ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യണ സമയത്ത് ഒരാൾ വന്ന് എന്നിട്ട് ചോദിച്ച്, ചേട്ടൻ ഞണ്ട് വേണോ? അപ്പോൾ ഞാൻ നോക്കിയ ആൾ വന്ന് ഭയങ്കര ദയനീയ ശരീരം, ആകെ അസ്ഥികൂടം പോലെ ഇരിക്കണ്, മുഷിഞ്ഞ ഷർട്ടും ഒരു കള്ളിമുണ്ടും ഒക്കെ എടുത്തിട്ട് കണ്ടാൽ തന്നെ നമുക്ക് പ്രാക്കൊന്നും, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞണ്ടാ? നല്ല ഞണ്ടാണ് ഏട്ടാ, നല്ല ജീവനുള്ള ഞണ്ടാണ്, വേണേ നോക്കിക്കോ. അപ്പോൾ ജീവനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ആകാംക്ഷ, ഒന്ന് കണ്ടാലോ. അങ്ങനെ ഞാൻ ആ കിറ്റിലേക്ക്, അപ്പോൾ അയാളൊരു കിറ്റ് തുറന്നിട്ട് അതിൽ കുറച്ച് ഞണ്ടുകൾ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ച്, ഇതെത്ര ഉണ്ട്? 9 ഏട്ടാ. അതെ, എങ്ങനെയാണ് ഇതിൻ്റെ വില? ഞാൻ അവിടെ കൊടുത്തൊന്നും ചേട്ടൻ നോക്കണ്ട, ചേട്ടൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം, ചേട്ടൻ ഞണ്ട് എടുത്തോ. അല്ല അങ്ങനെ പറയല്ലേ, അതിൻ്റെ വില പറയാണ്ട് ഞാനങ്ങനെ എടുക്കുക, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, 450 രൂപ എന്നാൽ മതി ചേട്ടാ. ഞാനവിടെ 600 550 കൊടുത്തത്, അതൊന്നും നോക്കണ്ട ചേട്ടൻ, 450 രൂപ എന്നാൽ മതി. അപ്പം എനിക്ക് പാവം തോന്നി, പാവം ആകെ അവസ്ഥയാണ്, കാശിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണെന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ഞാൻ വേഗം എന്നാൽ എടുത്തോളാൻ പറഞ്ഞ് 450 രൂപ കൊടുത്തത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും വന്നിട്ട്, ചേട്ടാ ഞണ്ട് വേണോ? അപ്പോൾ ഞാൻ നോക്കി, അയ്യോ അന്ന് കൊണ്ടുപോയത് തന്നെ ഒരു കണക്കിനാണ് തിന്ന് തീർത്ത്. അപ്പോൾ അവർ എവിടെ നോക്കട്ടെ, അപ്പോൾ വലിയ ഞണ്ടുണ്ടാ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിനേലും വലിയ ഞണ്ടാണ്. അപ്പോൾ അത് കൂട്ടിക്കെട്ടിട്ടുണ്ട്. പക്ഷേ എത്ര ഉണ്ട്? 5 ഉണ്ട് ചേട്ടാ. എങ്ങനെയാണ് വില? 500 രൂപ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അന്ന് 9 450 രൂപയ്ക്കുള്ള തന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ 5 500. ഭയങ്കര വിലയും പോലെ തോന്നി എനിക്ക്. പിന്നെ അത് വേണ്ടാന്ന് തോന്നി. അങ്ങനെ ഒരു പുതുക്കി മേടിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആളുടെ മുഖം ഒന്ന് വാടി. എനിക്ക് ഭയങ്കര വിഷമമായപ്പോൾ, ആൾക്ക് ഭയങ്കര ഫീലിംഗ് ആയല്ലോ അത്. വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് കച്ചവടം കിട്ടുമെന്നുള്ള കണ്ടീഷനിലാണ് നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടനൊരു കാര്യം ചെയ്യും, നമ്മുടെ അപ്പുറത്തെ ഡോക്ടർ വീട്ടിൽ കൊടുത്തോ, ആൾ മേടിച്ചോളൂ എന്ന് പറഞ്ഞു. ഏത് വീട്? അപ്പം അപ്പുറത്ത് നമ്മുടെ ഇതിൻ്റെ അപ്പുറത്ത് ആ സെക്യൂരിറ്റിയൊക്കെ ഉള്ള വീടാണ് ചേട്ടാ. ഞാൻ പറഞ്ഞു, അത് തന്നെ, ആ സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞാൽ മതി, അയാൾ റെഡിയാക്കി തരും എന്ന് പറഞ്ഞു. ചേട്ടൻ പോയിട്ട് പറഞ്ഞോ, നല്ല ബെസ്റ്റ് ഞണ്ടുണ്ട്, ഡോക്ടർക്ക് വേണ്ടി കൊണ്ടുവന്നാണ്, ഇതേ സെക്യൂരിറ്റിനോട് പറഞ്ഞു, ആൾ പോയി റെഡിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആളെ വിട്ട് ഞാൻ എൻ്റെ പണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞ് ഒരു മെമ്മോളും എൻ്റെ വാച്ച് ഞാനിങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ സൈഡിൽ കൂടി വന്നിട്ട് ചോദിക്കണേ, ചേട്ടാ ചായ കുടിക്കാം? ഞാൻ നോക്കി, ചായ കുടിക്കാമെന്ന് ആരുന്നത്? അപ്പോൾ നോക്കിയപ്പോൾ ഇയാളാണ്, ഞണ്ട് വിറ്റ ആളാണ്. എന്താണ് ചായ? വാ ചേട്ടാ ചായ കുടിക്കാം, വാ. ഞാൻ പറഞ്ഞു, വേണ്ട, ചായ ഒന്നും വേണ്ട, എന്താണ് കച്ചവടം നടന്നാ? അപ്പോൾ ആൾ പറയും, ചേട്ടൻ പറഞ്ഞാരോട് ഞാൻ അവിടെ കൊണ്ട് കൊടുത്തത്, അവരെല്ലാം എടുത്ത്. പിന്നെ അപ്പുറത്തെ വീട്ടുകാരും വന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് ഞണ്ടുണ്ടോന്ന്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞ കാശിന് എല്ലാം കൊടുത്തു. ചേട്ടൻ പറഞ്ഞാരോണ് ആ കച്ചവടം നടന്നത്. വാ ചേട്ടാ നമുക്ക് ചായ കുടിച്ചിട്ട് തരാമെന്ന്. അയ്യോ ചായ ഒന്നും വേണ്ട, സന്തോഷം, നിങ്ങളുടെ കച്ചവടം നടന്നല്ലോ, സന്തോഷം, പിന്നെ കാണാം, ഓക്കെ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് ആളൊരു കണക്കിന് പറഞ്ഞയച്ച്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ വാക്ക്, ആ ഒരു ചെറിയ വാക്കുകൊണ്ട് ആൾക്ക് വലിയൊരു ഗുണമുണ്ടായി. അപ്പം ആളുടെ ആ സ്നേഹം നിറഞ്ഞ ആ ഒരു പ്രത്യുപകാരം ചെയ്യാനായിട്ട് വന്നത് വല്ലാണ്ട് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് അത് സന്തോഷിപ്പിച്ചു. അപ്പോൾ ആ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.